പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിലുള്ള സൗഹൃദത്തിന് പച്ചക്കൊടി ഉയർത്തി മുഹമ്മദ് യൂനസ്. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ പിണക്കങ്ങൾ മറന്ന് മുന്നോട്ടു പോകണമെന്ന് ബംഗ്ലാദേശിന്റെ ഇടക്കാല പ്രധാനമന്ത്രിയുടെ ആഹ്വാനം. 3 ദശലക്ഷം ജനങ്ങളെ കൂട്ടക്കൊല ചെയ്ത പാകിസ്ഥാൻ ചെയ്തികളെ മറക്കാൻ ബംഗ്ലാദേശ് തയ്യാറാകുന്നു. 5 മാസങ്ങൾക്ക് മുമ്പുള്ള രാഷ്ട്രീയ സാഹചര്യമല്ല ബംഗ്ലാദേശിൽ നിന്ന്. ഷെയ്ഖ് ഹസീനയുടെ രാജി, ഇടക്കാല സർക്കാരിന്റെ രൂപീകരണം, ബംഗ്ലാ മണ്ണിലെ മാറിമറിഞ്ഞ രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യക്ക് തലവേദനയാകുമോ? ബംഗ്ലാദേശ് ഇന്ത്യയിൽ നിന്നും അകലുന്നുവോ? ബംഗ്ലാദേശിലെ പാകിസ്ഥാൻ ഇടപെടലിൽ ഇന്ത്യ അസ്വസ്ഥമാകേണ്ടതിന്റെ കാരണമെന്ന് പരിശോധിക്കാം. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് സംവരണ വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് പിന്നാലെ ഷെയ്ഖ് ഹസീന രാജിവെക്കുന്നതും മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിൽ ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാർ അധികാരത്തിൽ വരുന്നതും. ഷെയ്ഖ് ഹസീനയ്ക്ക് ശേഷം വന്ന പുതിയ സർക്കാരിന് ഇന്ത്യയേക്കാൾ പ്രിയം പാകിസ്ഥാനോടാണ്. 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിലേറ്റ മുറിവായിരുന്നു ബംഗ്ലാദേശും പാകിസ്ഥാനും അകലാനുള്ള മൂല കാരണം. ഷെയ്ഖ് ഹസീനയുടെ കാലത്ത് അവർ പാകിസ്ഥാനെ പരമാവധി അകറ്റി നിർത്തി. 71 പാക് ചെയ്തികളിൽ മാപ്പ് പറയാത്ത പക്ഷം പാകിസ്ഥാനോടുള്ള നിലപാടിൽ മാറ്റമുണ്ടാകില്ല എന്നായിരുന്നു ഷെയ്ഖ് ഹസീനയുടെ നിലപാട്. എന്നാൽ മുഹമ്മദ് യൂനസിന്റെ രാഷ്ട്രീയ നിലപാടുകൾ തീർത്തും വ്യത്യസ്തമാണ്. പാകിസ്ഥാനുമായി ബന്ധം ശക്തിപ്പെടുത്തുന്നതിലാണ് ഇന്നത്തെ ബംഗ്ലാദേശ് സർക്കാരിന്റെ താല്പര്യം. പ്രത്യക്ഷത്തിൽ തന്നെ അത് വ്യക്തവുമാണ്. അങ്ങനെയാണ് 5 പതിറ്റാണ്ടുകൾക്ക് ശേഷം പാക് ചരക്കു കപ്പൽ ബംഗ്ലാദേശിൽ നങ്കൂരമിടുന്നത്. പാക് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്കുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചതിന് പിന്നാലെയായിരുന്നു ഇത്. പാകിസ്ഥാനുമായുള്ള വിസ നടപടികൾ ലഘൂകരിച്ചുകൊണ്ടുള്ള ബംഗ്ലാദേശിന്റെ അടുത്ത പ്രഖ്യാപനം തൊട്ടു പിന്നാലെ എത്തി. പഴയതെല്ലാം മറന്ന് ഒന്നിക്കാമെന്നാണ് പാക് പ്രധാനമന്ത്രിയോട് മുഹമ്മദ് യൂനസ് പറഞ്ഞത്. D8 സമ്മിറ്റിന് ഈജിപ്തിലെത്തിയതായിരുന്നു ഇരു കൂട്ടരും. തങ്ങളുടെ അയൽപ്പക്കത്ത് മാറി മറിയുന്ന രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. പാകിസ്ഥാന്റെ ഇന്റർ സർവീസ് ഇന്റലിജൻസ് അഥവാ ISI ബംഗ്ലാ മണ്ണിൽ സ്വാധീനം ശക്തിപ്പെടുത്തുകയാണ്. ഇന്ത്യക്കത് തലവേദന തന്നെ എന്നതിൽ സംശയമേതുമില്ല. അതിന് ബംഗ്ലാദേശിലെ ഉയർന്ന പ്രധാന നേതാക്കളുടെ പിന്തുണയുമുണ്ടെന്ന് പറയപ്പെടുന്നു. ഷെയ്ഖ് ഹസീനയെ താഴെയിറക്കാൻ അന്ന് പ്രതിപക്ഷ പാർട്ടിക്ക് പാക് ISIയുടെ സഹായം ലഭിച്ചെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ടായിരുന്നു. ISIക്ക് ബംഗ്ലാദേശിലേക്ക് കടക്കാനുള്ള പ്രധാന മാർഗങ്ങളിലൊന്ന് സമുദ്രമാർഗമാണ്. കഴിഞ്ഞ സെപ്റ്റംബറിൽ ബംഗ്ലാദേശിലേക്ക് ആയുധങ്ങളും മയക്കുമരുന്നുകളുമായി പാക് ബന്ധമുള്ള കപ്പലെത്തിയതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇതിനു പിന്നിൽ ISI ആണെന്ന സംശയവും അന്തരീക്ഷത്തിൽ പ്രതിഫലിക്കുന്നുണ്ട്. ISIയുടെ സ്വാധീനം ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ അതിർത്തിയെ കൂടുതൽ സംഘർഷഭരിതമാക്കുമെന്ന ആശങ്കയുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യയെ അങ്ങനെ പൂർണ്ണമായി അവഗണിക്കാൻ ബംഗ്ലാദേശിന് കഴിയില്ല. സാമ്പത്തിക മേഖലയിലും സുരക്ഷാ കാര്യങ്ങളിലും വ്യാപാര രംഗത്തും ഇന്ത്യയുടെ പിന്തുണ ബംഗ്ലാദേശിന് കൂടിയേ തീരും. എന്നാൽ പ്രധാനമന്ത്രി മോദിയുമായി ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഇതുവരെ കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറായിട്ടില്ല എന്നത് മറ്റൊരു വസ്തുതയാണ്. അപ്പോഴും മുൻ നോബൽ സമ്മാന ജേതാവ് കൂടിയായ മുഹമ്മദ് യൂനസ് ഒരു കാര്യം കൂടി നോക്കേണ്ടതുണ്ട്. മാലദ്വീപിന്റെ ഇടക്കാലത്തെ ഇന്ത്യയോടുള്ള സമീപനവും പിന്നീട് സംഭവിച്ചത്. അയൽ രാജ്യത്തുണ്ടാക്കുന്ന തണുപ്പൻ പ്രതികരണം ഇരു കൂട്ടരുടെയും നല്ലതിനല്ല. മേഖലയിൽ സൗഹൃദാന്തരീക്ഷം കൂടുതൽ ശക്തവും ദൃഢവുമായി മാറട്ടെ.